പ്രവാസലോകത്തെ വാർത്തകൾ. പുതുവത്സരത്തെ വരവേൽക്കാൻ ദുബായ് നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. പൊതുജനങ്ങളുടെ സുരക്ഷയും ഗതാഗത സൗകര്യങ്ങളും ഉറപ്പാക്കാൻ ഇവന്റ് സെക്യൂരിറ്റി കമ്മിറ്റി ആരംഭിച്ച് ഭരണകൂടം. പുതുവത്സരത്തെ വരവേൽക്കാൻ ദുബായ് നഗരം ഒരുങ്ങിക്കഴിഞ്ഞതായി അധികൃതർ അറിയിച്ചു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളാണ് പുതുവത്സരം ആഘോഷമാക്കാനായി ഇത്തവണ എത്തുന്നത്. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെ സുരക്ഷയും ഗതാഗത സൗകര്യങ്ങളും ഉറപ്പാക്കാൻ ഇവന്റ് സെക്യൂരിറ്റി കമ്മിറ്റി ആരംഭിച്ചതായി സർക്കാർ അറിയിച്ചു. ഡൗൺ ടൗൺ ദുബായ് കേന്ദ്രീകരിച്ചാണ് പ്രധാന ആഘോഷങ്ങൾ നടക്കുന്നത്. അതിനായി ഡിസംബർ 31 വൈകുന്നേരം മുതൽ വിവിധ റോഡുകൾ ഘട്ടം ഘട്ടമായി അടയ്ക്കുമെന്ന് RTOയും പ്രഖ്യാപിച്ചു. നഗരത്തിലുടനീളം 40 സ്ഥലങ്ങളിലായി 48 വെടിക്കെട്ട് പ്രദർശനങ്ങളാണ് ഇത്തവണ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കൂടാതെ സുരക്ഷയ്ക്കായി ദുബായ് പോലീസ് ഏകദേശം 10,000 ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുമുണ്ട്. കൂടാതെ 600-ലധികം പെട്രോളിംഗ് വാഹനങ്ങളും റെസ്ക്യൂ ബോട്ടുകളും സമുദ്ര തീരദേശ മേഖലകളിൽ സുരക്ഷയ്ക്കായി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ഒപ്പം 1700-ഓളം ഉദ്യോഗസ്ഥരും 165 അഗ്നിശമന വാഹനങ്ങളും 236 ആംബുലൻസുകളും 600-ലധികം പാരാമെഡിക്കൽ ജീവനക്കാരും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ വിവിധ പോയിന്റുകളിൽ സജ്ജമാകും. അൽ മുസ്തഖ്ബൽ സ്ട്രീറ്റ്, ലോവർ ഫിനാൻഷ്യൽ സെന്റർ റോഡ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ബൊളിവാർഡ് എന്നിവ വൈകുന്നേരം 4 മണി മുതൽ അടയ്ക്കും. കൂടാതെ ഷെയ്ഖ് സായിദ് റോഡും ഭാഗികമായി അടയ്ക്കാനുള്ള തീരുമാനം. വാഹനങ്ങളുമായി എത്തുന്നവർ വൈകുന്നേരം 4 മണിക്ക് മുമ്പായി പാർക്കിങ്ങുകളിൽ എത്താൻ ശ്രമിക്കണമെന്നും അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അമേരിക്കയിൽ കനത്ത ശൈത്യ കൊടുങ്കാറ്റ് മുന്നറിയിപ്പ്. ആയിരക്കണക്കിന് വിമാനങ്ങളാണ് ഇതേ തുടർന്ന് റദ്ദാക്കിയത്. അവധി ദിവസങ്ങളിൽ വലഞ്ഞ് യാത്രക്കാർ. അതിശക്തമായ ശീതക്കാറ്റിനെ തുടർന്ന് US-ൽ ആയിരക്കണക്കിന് വിമാന സർവീസുകൾ വൈകുന്നു. വെള്ളിയാഴ്ച മാത്രം 1800-ൽ-അധികം വിമാന സർവീസുകൾ റദ്ദാക്കുകയും ആയിരക്കണക്കിന് വിമാനങ്ങൾ വൈകുകയും ചെയ്തു. ഗ്രേറ്റ് ലേക്സ് മുതൽ വടക്കുകിഴക്കൻ മേഖല വരെ വ്യാപിച്ച അപകടകരമായ കാലാവസ്ഥ രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചിരിക്കുകയാണ്. ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റായ ഫ്ലൈറ്റ് എയർ അനുസരിച്ച് വെള്ളിയാഴ്ച അമേരിക്കയിലുടനീളം ആയിരക്കണക്കിന് വിമാനങ്ങൾ റദ്ദാക്കുകയോ വൈകുകയോ ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ച വൈകുന്നേരം വരെ 1802 വിമാനങ്ങൾ റദ്ദാക്കുകയും 22,349 വിമാനങ്ങൾ വൈകുകയും ചെയ്തതായി ഫ്ലൈറ്റ് എയർ അറിയിച്ചു. ജോൺ എഫ് കെന്നഡി വിമാനത്താവളം, ലാഗ്വാർഡിയ വിമാനത്താവളം, ഡെട്രോയിറ്റ് മെട്രോപൊളിറ്റൻ വെയിൻ കൗണ്ടി വിമാനത്താവളം തുടങ്ങിയ പ്രധാന വിമാനത്താവളങ്ങൾ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. വിമാനങ്ങൾ വൈകാനോ റദ്ദാക്കാനോ സാധ്യതയുണ്ടെന്നാണ് വിവിധ കമ്പനികൾ അറിയിച്ചിരിക്കുന്നത്. ജെറ്റ് ബ്ലൂ എയർവേസ് 225 വിമാനങ്ങൾ റദ്ദാക്കി. ഡെൽറ്റ എയർലൈൻസ് 186 വിമാനങ്ങൾ റദ്ദാക്കി. റിപ്പബ്ലിക് എയർവേസ് 155, അമേരിക്കൻ എയർലൈൻസ് 96, യുണൈറ്റഡ് എയർലൈൻസ് 82 എന്നിങ്ങനെയാണ് റദ്ദാക്കിയ വിമാനങ്ങളുടെ എണ്ണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതുവർഷത്തിൽ ദുബായിൽ ഇന്ധന വിലയിൽ മാറ്റം വന്നേക്കും. വില നേരിയ തോതിൽ ഉയരാൻ സാധ്യതയുള്ളതായാണ് റിപ്പോർട്ട്. ജനുവരി മാസത്തിൽ ഇന്ധനവില കൂടുമോ അതോ കുറയുമോ എന്ന് ഉറ്റുനോക്കുകയാണ് പ്രവാസികൾ. പുറത്തുവരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഡിസംബർ അവസാന ആഴ്ചയിലെ ആഗോള എണ്ണ വിപണിയിലുണ്ടായ നേരിയ മാറ്റങ്ങൾ ജനുവരിയിലെ പെട്രോൾ, ഡീസൽ വിലകളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. ഡിസംബറിൽ ആഗോള എണ്ണ വിപണിയിൽ ബ്രെന്റ് ക്രൂഡ്, US ക്രൂഡ് ഓയിൽ എന്നിവയുടെ വിലയിൽ 4.5% വർധന രേഖപ്പെടുത്തിയിരുന്നു. ഈ വില ഇന്ധനത്തെയും സ്വാധീനിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. US-ലെ ഉയർന്ന ഡിമാൻഡും ചില രാജ്യങ്ങളിലെ സംഘർഷങ്ങളുമാണ് എണ്ണവില ഉയരാൻ കാരണമായതെന്നും വിദഗ്ധർ വ്യക്തമാക്കി. 2025 പകുതിയോടെ ഉയർന്ന നിരക്കിലെത്തിയ ഇന്ധനവില പിന്നീട് കുറഞ്ഞെങ്കിലും ഡിസംബറോടെ വീണ്ടും കൂടുകയായിരുന്നു. കൂടാതെ ഇന്ധനവില ജനുവരിയിൽ നേരിയ തോതിൽ ഉയരാനുള്ള സാധ്യതയാണുള്ളത്. വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിയിൽ നേരിട്ട കാലതാമസം ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ ലഭ്യതയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.